ബിഗ് ബോസ് സീസൺ 6-ലെ ഏറ്റവും വേഴ്സ്റ്റ് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ്സ് ചെക്ക് പബ്ലിക് ഒപ്പീനിയൻ. ബിഗ് ബോസ് കാണാറുണ്ടോ? എവിക്ഷൻ മാത്രം കാണാറുള്ളൂ. എന്നാ ഇപ്പത്തെ ഒരു ഇതില് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആരാ തോന്നിയിരിക്കണേ? കാണാറേ ഇല്ല. ഇൻസ്റ്റാഗ്രാമിലൊന്നും ട്രോളൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതിലൊക്കെ വെച്ച് നോക്കുമ്പോ വേഴ്സ്റ്റ് ആയിട്ട് ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആരെയാ തോന്നിയിരിക്കണ വേഴ്സ്റ്റ് കണ്ടസ്റ്റന്റ്? നോറയാൻ തോന്നുന്നു. നോറ. എന്താ നോറ എന്ന് പറയാൻ കാരണം? കരച്ചിലാണോ? നോറനെ പൊതുവെ എനിക്ക് അത്ര വലിയ കരച്ചില് ഒരു ഭയങ്കര എപ്പോഴും പരാതി പറയുക അങ്ങനെയൊക്കെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് കാണാത്തൊരു വ്യക്തിയാണ്. എന്നാലും നോറയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെട്ടില്ല. ബിഗ് ബോസിലെ വേഴ്സ്റ്റ് കണ്ടസ്റ്റന്റ് ഏതാണ്? ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല. എന്നാലും ഉള്ള കണ്ടത് വെച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത രണ്ടുപേരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്, ജാസ്മിനും ജിൻഡോ. എന്തുകൊണ്ട് അവര് ഇഷ്ടമല്ല? വെറുപ്പിക്കലാണ്, ഭയങ്കര വെറുപ്പിക്കല രണ്ടുപേരും. പക്ഷെ ഇവർ രണ്ടുപേരാണല്ലോ കണ്ടന്റ് മേക്കർ ആയിട്ട് നിൽക്കുന്നത്. അതങ്ങനെയാണല്ലോ, വെറുപ്പിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കണം. ഇവിടെ അലൻ ജോസ് വെറുതെ എത്ര കണ്ടന്റ് ഉണ്ടാക്കിയതാണ്. വെറുപ്പിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കണം. ആർക്കും നല്ലത് വേണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ രണ്ടുപേര് ഇപ്പൊ എങ്ങനെ എവിക്റ്റ് ആയി കഴിഞ്ഞാൽ ബിഗ് ബോസില് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ബിഗ് ബോസാ ഇവർ രണ്ടുപേരാണ് ലൈവായിട്ട് കൊണ്ടുപോകണം, ആക്റ്റീവായിട്ട് കൊണ്ടുപോകണം. ഇവർ രണ്ടുപേരും എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ അവരാണ് പിടിച്ചത്. കാണാറുണ്ടോ? എനിക്ക് ഞാൻ കാണാറില്ല, നല്ല റിയൽ ആയി കണ്ടിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സിബിൻ. എന്താ ജാസ്മിൻ എന്ന് പറയുന്നത്? ജാസ്മിന് ഭയങ്കര ഡ്രാമയാണ്, അതുകൊണ്ടാണ് ജാസ്മിൻ ലവ് ഡ്രാമ ഇറക്കുന്നതാണോ? പക്ഷെ എന്നാലും വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് കോണ്ടസ്റ്റന്റ്. അപ്പൊ പുറത്ത് പോകണം അങ്ങനെ വല്ല ആഗ്രഹം? പുറത്തു പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. സിബിൻ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ഇപ്പൊ. പുള്ളി പുറത്തുനിന്ന് കളി കണ്ടിട്ടാണല്ലോ അകത്ത് വന്ന് ഇപ്പൊ ചെയ്യുന്നതൊക്കെ. പുള്ളിക്ക് ഓൾറെഡി പ്ലാൻ ഒക്കെ ചെയ്തിട്ടാ വന്ന് ചെയ്യുന്നത്. ഞാൻ പുള്ളിയെ നേരിട്ടും കണ്ടിട്ടുണ്ട്. അല്ലാതൊക്കെ ഏഷ്യാനിലെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി കൊറേയൊക്കെ ആക്ടിംഗും ആണ്. ഇപ്പൊ പുറത്തു പോകണ എന്തോ സംഭവമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ പുള്ളി ആക്ടിംഗ് ആണ് ഫുള്ള്. ഈ അടുത്തിപ്പോ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ടുള്ള എന്തോ സൈൻ കാണിച്ചതിന്റെ എന്തോ സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി കുറച്ച് ഇമോഷണലി ഓഡിയൻസിനെ പിടിക്കണം, അതിനുവേണ്ടി പുള്ളി ആക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇതില് ബിഗ് ബോസിൽ കണ്ടില്ല ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആരാ തോന്നിയ? ജാസ്മിൻ. ആരാ തോന്നിയത്? എന്താണ് ജാസ്മിൻ എന്ന് പറയണേ? രണ്ടുപേരും ഒരേ ഒറ്റ ഒപ്പീനിയനോ ജാസ്മിൻ എന്ന് പറയുന്നത്? ജാസ്മിൻ ചിലപ്പോൾ ഇടപെടുന്നത് ഹൈജീന്റെ കാര്യത്തിലൊക്കെ ഇതാണ്. എന്താണ് ജാസ്മിൻ എന്ന് പറയുന്നത്? ഈ ജാസ്മിൻ ഇപ്പത്തെ കണ്ടസ്റ്റന്റ് നോക്കുമ്പോ ഭയങ്കര വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിന്. അത് മാത്രമല്ല ആളൊരു കണ്ടന്റ് മേക്കറാണ്. അപ്പൊ ആള് പോകിയ ബിഗ് ബോസ് ബോറാവും എന്നൊക്കെ തോന്നുന്നുണ്ടോ? ശരിക്കും ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിന് വേണം, പക്ഷെ മറ്റേ ഹൈജീന്റെ കാര്യത്തില് പ്രശ്നമില്ല. അതുകൊണ്ടാണ് വേഴ്സ്റ്റ് ആയിട്ട് തോന്നിയത്. ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് ഇടയ്ക്ക് കാണാറുണ്ട്. ഞാൻ സീസൺ 5 ഫാനാണ്. 6 കാണാറില്ല. എന്നാലും ഏതെങ്കിലും എപ്പിസോഡ് അറിയാം. ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് ഏതാണ്? ജാസ്മിന് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ജാസ്മിന് അങ്ങനെ അനാവശ്യമായി അവര് പൊക്കിക്കൊണ്ട് പോയെന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര അൺഫെയർ ആണ്. ഇതിപ്പോ നമ്മുടെ മറ്റേ സിബിന്റെ കേസിലൊക്കെ സിബിനൊക്കെ നല്ല പാർട്ടിസിപ്പന്റ് ആയിരുന്നു. ജാസ്മിൻ ഒന്നും ഡിസേർവിംഗ് അല്ല. അല്ലാന്നാ തോന്നിയിരിക്കുന്നത്. ലൈക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺസ് ഉണ്ടോ അങ്ങനെ പറയാൻ? ജാസ്മിൻ അങ്ങനെ അത്ര ഇപ്പൊ നമ്മളൊരു സീസൺ 5 ഒക്കെ വെച്ച് നോക്കുമ്പോൾ അഖിൽമാരാറിനൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ജാസ്മിൻ അത്രയ്ക്കൊന്നും അല്ല. ജിൻഡു ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും അത്ര ജാസ്മിനെ വെറുതെ ജസ്റ്റ് ഷൗട്ട് ചെയ്യാ, പ്രത്യേകിച്ച് നിലപാട് അങ്ങനെ പവർഫുൾ കണ്ടസ്റ്റന്റ് ആക്കുന്നുണ്ട്. കണ്ടന്റ് മേക്കർ ആണ്, പക്ഷെ കണ്ടന്റ്സ് ഒന്നും അങ്ങനെ നമുക്ക് പുറത്ത് അങ്ങനെ കാണിക്കാൻ പറ്റുന്ന നല്ല കണ്ടന്റ്സ് ഒന്നും അല്ലല്ലോ. മറ്റേ സീസൺ 5 അഖിൽമാരൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന കണ്ടന്റ്സ് ഒക്കെ പിന്നെ നമുക്ക് കുറച്ചെങ്കിലും കാണാൻ രസമൊക്കെ ഉണ്ടായിരുന്നു.
ബിഗ് ബോസിൽ ഏറ്റവും വേഴ്സ്റ്റ് കണ്ടസ്റ്റന്റ് ആരായിരുന്നു? ജാസ്മിൻ. ജാസ്മിൻ. അന്ന് ജാസ്മിൻ എന്ന് പറയാൻ കാരണം അവരെ ലവ് സ്ട്രാറ്റജി കാണിക്കാം. അതുകൊണ്ടാണ് പറയാൻ കാരണം. എന്നാലും ഇപ്പോ ഭയങ്കരമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഭയങ്കര ആക്റ്റീവായ ഒരു കണ്ടസ്റ്റന്റ് അല്ലേ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് ജാസ്മിൻ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ട്രോങ് ആണ്, പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടപെടണം. ഭയങ്കര പുറത്തു പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ജാസ്മിൻ പുറത്തു പോകണമെന്ന് തോന്നിയിട്ടുണ്ടല്ലേ? ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസിൽ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് ആരാണ്? ജാസ്മിൻ. എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രി എന്ന് പറയാനാണ്? ഡ്രാമ ഉള്ളതുകൊണ്ടാണോ? ഡ്രാമയായിട്ട് തോന്നിയിട്ടുണ്ട്. ബിഗ് ബോസ് ആണോ? എന്നാൽ ഈ റീൽസ് ഒക്കെ കാണുമ്പോ ആരെങ്കിലൊക്കെ ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവര് കൊള്ളത്തില്ല ശ്രദ്ധിച്ചിട്ടില്ല ഒന്നും കണ്ടിട്ടേ ഇല്ല അല്ലേ?